നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രാജസ്ഥാനിൽ BJP-യുടെ ആട്ടും തുപ്പും കേട്ട് ഇനിയും സഹിച്ച് ആ പാർട്ടിയിൽ തുടരേണ്ട ആവശ്യമില്ല എന്ന് വസുന്ധര രാജെ ഉറപ്പിക്കുകയാണ്. മറുവശത്ത് ജ്യോതിരാദിത്യ സിന്ധ്യ, അതായത് ഗ്വാളിയർ കുടുംബാംഗമായിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യയും BJP നേതൃത്വവുമായി ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം പരസ്യപ്പെടുത്തുന്ന സാഹചര്യമാണ്. നിലവിൽ ടെലികമ്മ്യൂണിക്കേഷൻസ് കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രിയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ. ഗുണ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും നിരവധി തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ചിട്ടുണ്ടെങ്കിലും ഇത്തവണ അദ്ദേഹം വിജയിച്ചത് BJP സ്ഥാനാർത്ഥിയായാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2024 തെരഞ്ഞെടുപ്പിലാണ് ഇത് സംഭവിച്ചത്. 2019 കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിന്ന് ചരിത്രത്തിലാദ്യമായി പരാജയമേറ്റ ജ്യോതിരാദിത്യ സിന്ധ്യ പിന്നീട് BJP തട്ടകത്തിലേക്ക് പോവുകയും രാജ്യസഭ വഴി അദ്ദേഹം കേന്ദ്രമന്ത്രിയാവുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പറഞ്ഞു വരുന്നത്, ജ്യോതിരാദിത്യ സിന്ധ്യയും അതുപോലെ തന്നെ വസുന്ധര രാജെ സിന്ധ്യയും കോൺഗ്രസിലേക്ക് എത്തിയാൽ കോൺഗ്രസിനുണ്ടാകുന്ന നേട്ടമെന്ന് പറയുന്നത് ഡബിൾ ഇമ്പാക്റ്റാണ്. മധ്യപ്രദേശിലും രാജസ്ഥാനിലും അതിൻ്റെ ഇമ്പാക്റ്റ് വലുതായിരിക്കും. ഈ രണ്ട് സംസ്ഥാനങ്ങളും നിലവിൽ ഭരിക്കുന്നത് BJP ആണ്. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് 2018 സർക്കാർ ഉണ്ടാക്കിയ സംസ്ഥാനങ്ങളാണെന്ന് ഓർമ്മിക്കണം. അത് കോൺഗ്രസിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട്, പിടിപ്പുകേട് കൊണ്ട് നഷ്ടപ്പെട്ടതാണ്. രാജസ്ഥാനിൽ 2018 അധികാരത്തിലെത്തിയെങ്കിലും കോൺഗ്രസിന് 2023 അധികാരം നഷ്ടപ്പെടുമ്പോൾ കൃത്യമായി ആ 5 കൊല്ലവും ഭരിക്കാൻ കഴിഞ്ഞത് അശോക് ഗെഹ്ലോട്ടിനെ സച്ചിൻ പൈലറ്റ് ഒതുക്കാത്തത് കൊണ്ടാണ്. ശരിക്കും സച്ചിൻ പൈലറ്റ് വിചാരിച്ചിരുന്നെങ്കിൽ അവിടെ മന്ത്രിസഭ തള്ളിയിടാൻ കഴിയുന്ന പല നീക്കങ്ങളും അവിടെ രാഷ്ട്രീയപരമായി നടത്താമായിരുന്നു. എന്നിട്ടും സച്ചിൻ പൈലറ്റ് മര്യാദയുടെ പേരിൽ മുഖ്യമന്ത്രി സ്ഥാനം ഒന്നും ആഗ്രഹിക്കാതെ ഉപമുഖ്യമന്ത്രി സ്ഥാനവും PCC അധ്യക്ഷ സ്ഥാനവും വലിച്ചെറിഞ്ഞ് അദ്ദേഹം ഒരു സാധാ MLA ആയി ടോങ് എന്ന നിയോജക മണ്ഡലത്തെ മാത്രം ജനപ്രതിനിധിയായി അദ്ദേഹം ഒതുങ്ങിക്കൂടുന്ന സാഹചര്യമായിരുന്നു. എല്ലാവർക്കും സച്ചിൻ പൈലറ്റിനെ പോലെ ക്ഷമിക്കാനും പൊറുക്കാനും ഒന്നും കഴിയില്ല. പല കടൽ കിഴവന്മാരും അത്യാർത്തി മൂത്ത് യാതൊരു പ്രവർത്തനവും നടത്താതെ ചുളുവിൽ പേര് സമ്പാദിച്ച് മറ്റു നേതാക്കളെ വിമർശിച്ച് അവരെയൊക്കെ അസൂയയോടെയും കുശുമ്പോടെയും നോക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കമൽനാഥ് അങ്ങനെ ഒരുത്തനാണ്. കമൽനാഥ് ചെയ്തത് എന്താണ്? ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ഗ്വാളിയർ കുടുംബാംഗത്വം എന്ന ലേബൽ കമൽനാഥിനെ വല്ലാതെ ചൊടിപ്പിച്ചു. കാരണം അത്രയും മികച്ച രീതിയിൽ ഒരു ചുറ്റുപാട് നിന്ന് വരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യയെ ഒരിക്കലും അംഗീകരിക്കാനോ അദ്ദേഹത്തെ ആശീർവദിക്കാനോ ഒന്നും കമൽനാഥിന് താല്പര്യമില്ല. കമൽനാഥിന് ആഗ്രഹം എന്താണ്? ജ്യോതിരാദിത്യ സിന്ധ്യയുടെ മേൽവിലാസത്തിൽ അധികാരത്തിലെത്തിയാലും ചുളുവിൽ മുഖ്യമന്ത്രി സ്ഥാനം തട്ടിയെടുക്കുക. അതിന് അല്പായുസേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രം. കമൽനാഥിൻ്റെ അതേ സ്വഭാവം മറ്റൊരു വെർഷനാണ് രാജസ്ഥാനിൽ അവിടെ അശോക് ഗെഹ്ലോട്ട് നടത്തിയത്. പക്ഷേ സച്ചിൻ പൈലറ്റിന് ക്ഷമിക്കാനും പൊറുക്കാനും കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹം തുടർന്നു. എന്നാൽ BJP-യിൽ ആട്ടും തുപ്പും സഹിച്ച് കിടക്കുന്ന അവിടുത്തെ പ്രമുഖ നേതാവായിട്ടുള്ള വസുന്ധരയ്ക്കും അതുപോലെ അവരുടെ ബന്ധു കൂടിയായിട്ടുള്ള ജ്യോതിരാദിത്യയ്ക്കും കൃത്യമായ അവസരങ്ങൾ കോൺഗ്രസ് നേതൃത്വം കൊടുത്താൽ കോൺഗ്രസിലേക്ക് വരാൻ തയ്യാറാണവർ.